ഹലോ നമസ്കാരം, എല്ലാവർക്കും അമ്മാളൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗോതമ്പ് പൊടി വെച്ച് എളുപ്പത്തിലൊരു ഗുലാബ് ജാം ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ തുടങ്ങുന്നതിന് മുൻപ് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നമ്മുടെ നെയ്യിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് മാക്സിമം ടൈം എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചോളൂ. 5 മിനിറ്റ് എന്തായാലും ഇളക്കി കൊടുക്കണം. കാരണം എന്നാലേ ഉള്ളൂ ഗോതമ്പിൻ്റെ വേവ് കറക്റ്റ് ആവുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക, തീ കൂട്ടി വെക്കരുത്. ഫ്ലെയിം ചെറുതായിട്ട് ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കുക. നമ്മുടെ ഗോതമ്പ് പൊടി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നന്നായി 5 മിനിറ്റിൽ കൂടുതൽ ഇളക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് കുഴയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലുണ്ടെങ്കിൽ പാലിലും കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം കുഴയ്ക്കുന്നു അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഗുലാബ് ജാമുൻ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോകരുത്. നമ്മുടെ മാവൊന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ്. മാവ് റസ്റ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 ഏലക്കായ ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷുഗർ സിറപ്പ് നൂൽപ്പരുവ് ആവേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതിയായിരിക്കും. അതൊരു ഇളം ചൂടിൽ തന്നെ ഇങ്ങനെ മാറ്റി വയ്ക്കുക. നമ്മളിപ്പോൾ റസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ കുഞ്ഞു ഉരുളകളായിട്ടാണ് ഉരുട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉരുളകളാക്കാം കേട്ടോ. ഞാൻ ബാക്കി വന്ന എല്ലാ മാവും ഇങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏത് റിഫൈൻഡ് ഓയിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ എല്ലാ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ വശം ഒരിയുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ മാറ്റി ഇട്ട് കൊടുക്കാം. നിറമൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഗുലാബ് ജാമുൻ്റെ കളറാവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഗുലാബ് ജാമുൻ്റെ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഷുഗർ സിറപ്പിലേക്ക് മാറ്റാം. ചൂടോടെ തന്നെ നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് മാറ്റാം. എന്നിട്ടൊരു 4 മണിക്കൂർ ഷുഗർ സിറപ്പിൽ ഇട്ട് വയ്ക്കണം. നമ്മുടെ ഗുലാബ് ജാമുൻ മുങ്ങിക്കിടക്കുന്ന അത്രയും ഷുഗർ സിറപ്പ് വേണം. എന്നിട്ട് പാത്രത്തിൽ മാറ്റിയിട്ട് 4 മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. 4 മണിക്കൂർ എന്തായാലും നിങ്ങൾ വെക്കണേ. 4 മണിക്കൂറിന് ശേഷം നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾ 4 മണിക്കൂർ തന്നെ ഇട്ട് വയ്ക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്